അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി ഗ്രൂപ്പിൽ നിന്ന് പോകുവോളം ഒരു പ്രതീക്ഷയിലായിരുന്നു നമ്മളെല്ലാവരും. മാത്രമല്ല, മഹാനായ ആലിക്കുട്ടി ഉസ്താദ് ഈ ഐക്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അത് സ്വീകരിക്കുകയും സന്തോഷിക്കുകയും ചെയ്തവർ SSFകാരാണ്. പല ഗ്രൂപ്പുകളിലും ഐക്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ എസ്കക്കാര് അപ്പോൾ തന്നെ ഐക്യം പാടില്ല എന്നൊക്കെ പറഞ്ഞു ഒച്ചപ്പാടുണ്ടാക്കിയാലും മഹാനായ ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞതിലൊരു ആത്മാർത്ഥത ഉണ്ട് എന്നും അതും വിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനിച്ച മക്കയിൽ നിന്ന് പറഞ്ഞപ്പോൾ പോലും നമ്മളത് വിശ്വസിച്ചു കഴിഞ്ഞു. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത്? ആലിക്കുട്ടി ഉസ്താദ് ആ ചാനൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതെന്താ? AP ഉസ്താദ് ഐക്യത്തിന് അനുകൂലിക്കുന്ന ആളാണ്. AP ഉസ്താദ് ഐക്യത്തിന് അനുകൂലിക്കുന്ന ആളാണ് എന്ന് വളരെ വ്യക്തമായി പറയുകയും ഞങ്ങളും അങ്ങനെ തന്നെയാണ് എന്ന് പറയുകയും ഇപ്പോൾ തിരുത്തിയതെന്താ? ഐക്യത്തിന് വിഘാതം നിൽക്കുന്നത് AP ഉസ്താദാണ്. ഇതേതാ പ്രസ്ഥാനം? നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. മാത്രമല്ല, ഇപ്പൊ ഒരു ലയനം കൂടി ആ സുപ്രഭൂതത്തിൽ കടത്തി കൂട്ടിയിട്ടുണ്ടെങ്കിൽ മഹാനായ ആലിക്കുട്ടി ഉസ്താദ് അന്ന് പറഞ്ഞത് എന്താ? പരസ്പരം അടിപിടികളിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഐക്യം, അതാണ് ആഗ്രഹിക്കുന്നത് എന്ന് വരെ പറഞ്ഞിട്ട് ഇപ്പൊ ലയനം. ഇതെന്തുകൊണ്ട് വന്നു? ഇതാ പറയുന്നത് ചെറുകിട നേതാക്കന്മാർക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞില്ലേ? അവരാണ് ആലിക്കുട്ടി ഉസ്താദിനെ കൊണ്ട് ഇത് തിരുത്തിച്ചത്. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ വാലാണ് തലയെ നിയന്ത്രിക്കുന്നത്, ചേളാരിക്കാരെ വാലാണ് തലയെ നിയന്ത്രിക്കുന്നത് എന്നതിന്റെ പരമമായ പച്ചയായ യാഥാർത്ഥ്യമാണ് ആലിക്കുട്ടി ഉസ്താദ് അത് തിരുത്തിയത്. ഇങ്ങനെ പലതും തിരുത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ആലിക്കുട്ടി ഉസ്താദ്? ഒരു വിലയും ഇല്ലേ ചേളാരിക്കാരാ? നിങ്ങൾക്ക് ഒരു വിലയും ആലിക്കുട്ടി ഉസ്താദിനെ കുറിച്ച് നിങ്ങൾക്കില്ലേ? നിങ്ങളെ സെക്രട്ടറിനെ തിരുത്താൻ മാത്രം അതപ്പതിച്ച ഒരു അനുയായികളായി മാറിയോ? എന്തിന്റെ പേരിലാ തിരുത്തുന്നത്? ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞത് ഐക്യത്തിന് അനുകൂലമാണ്, AP ഉസ്താദ് ഐക്യത്തിന് അനുകൂലമാണ് എന്ന് പറഞ്ഞ ആലിക്കുട്ടി ഉസ്താദ് തന്നെ ഐക്യത്തിന് വിഘാതം നിൽക്കുന്നത് കാന്തപുരമാണ് എന്ന് പറയുമ്പോ, ഈ ജാതി വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോ ഇതിനല്ലേ ഈ ചേളാരി വിഭാഗത്തിലെ താഴേക്കിടയിലുള്ള അനുയായികൾ തിരുത്തിപ്പിക്കുന്നത്? നേരത്തെ മുജാഹിദിനെ കുറിച്ച് ചന്ദ്രിക ദിനപത്രത്തിൽ എഴുതിയപ്പോ ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞതെന്താ? അത് ചന്ദ്രിക വളച്ചൊടിച്ചതാണ്. ഇന്ന് വരെ അതിനൊരു തിരുത്ത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ ഈ രീതിയിലാണ് ചേളാരി സമസ്ത അതപ്പതിച്ചു പോകുക എന്ന് പറയാതിരിക്കാൻ ഇവിടെ വയ്യ. എല്ലാ ജനങ്ങളും പഴയ കാലല്ലപ്പത് ഇത് വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും പ്രചരിക്കുന്നു ഐക്യം. ഇപ്പൊ ഐക്യത്തിന് എതിരെ നിന്നത് ഈ ചേളാരിക്കാർ മാത്രമാണ്. പള്ളി പൊളിച്ചണയ്ക്കങ്ങൾക്ക്, മദ്രസ കത്തിച്ചണയ്ക്കങ്ങൾക്ക്, അതിനും വേണ്ടിയിട്ടാണ് അമ്പലക്കടവിനെ പോലത്തെ ആലിക്കുട്ടി ഉസ്താദിനെ ഇത് തിരുത്തിച്ചത് എന്നുള്ളത് വളരെ വ്യക്തം. ഇപ്പൊ മനസ്സിലായില്ലേ? ചേളാരിക്കാരുടെ നാടകം ഇതാണ്. അവരുടെ നാടകം. ഇവര് ഐക്യപ്പെടുവോ എന്ന് കണ്ടപ്പോ അതിനും എതിര് നിന്നു. ഈ വിഭാഗത്തിന് എന്തിനേറെ പറയുന്നു, ഖുർആൻ കത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം, പള്ളി പൊളിച്ചുകൊണ്ടും മദ്രസ കത്തിച്ചുകൊണ്ടും ആളുകളെ തച്ചുകൊണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു വിഭാഗമായിട്ട് ഈ വിഭാഗം മാറണം. അതിനും വേണ്ടിയിട്ട് ഇവര് ഐക്യത്തിന് തയ്യാറല്ല. നേരത്തെ മഹാനായ ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞതെന്താ? ഐക്യത്തിന് പൂർണ്ണമായി സപ്പോർട്ട് നൽകുന്ന ആളാണ് AP ഉസ്താദ് എന്നും ഐക്യം അനുകൂലിക്കുന്ന ആളാണ് AP ഉസ്താദ് എന്നും. ഇപ്പൊ സുപ്രഭൂതത്തിൽ പറഞ്ഞതെന്താ? ഐക്യത്തിന് വിഘാതം നിൽക്കുന്ന ആളാണ് കാന്തപുരം. എന്താ ഈ വർത്താനം? എന്താണ് ഈ വർത്താനം? ചേളാരിക്കാരെ നിങ്ങളെ സെക്രട്ടറിന്റെ കോലം പോണോ നോക്കി നിങ്ങളെ സെക്രട്ടറി അവിടുന്ന് പറഞ്ഞത് എന്താ? ഐക്യത്തിന് അനുകൂലിക്കുന്ന ആളാണ് AP ഉസ്താദ്. അറിയോ? എന്നിട്ട് ഐക്യത്തിന് വിഘാതം നിൽക്കുന്നതാണ് കാന്തപുരം. അവിടെ പറഞ്ഞത് ലയനത്തെ കുറിച്ചല്ല പറഞ്ഞത്. അവിടെ പരസ്പരം അടിപിടിയെങ്കിലും ഇല്ലാതെയാക്കിക്കൊണ്ടുള്ള ഒരു ഐക്യത്തെ കുറിച്ച് പറഞ്ഞ ആലിക്കുട്ടി ഉസ്താദ് ഇപ്പൊ സുപ്രഭൂതത്തിൽ തിരുത്തുമ്പോ ലയനത്തെ കുറിച്ച് പറയുന്നത് ഇതൊക്കെ എന്തിന്റെ പേരിലാ? ഞങ്ങൾക്കറിയാം, ഞങ്ങൾ നിങ്ങളെപ്പോലെ ബുദ്ധിയില്ലാത്ത ജീവികളല്ല, ഞങ്ങൾ ബുദ്ധിയുള്ളവരാണ്. അല്ലാഹു തആല മനുഷ്യന് ബുദ്ധി തന്ന് അനുഗ്രഹിച്ച വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾക്കറിയാം. ഇതെന്തിന്റെ പേരിലാ? ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ചേളാരി സമസ്തയെ നിയന്ത്രിക്കുന്നത് വാലാണ്. ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞത് തിരുത്തിപ്പിച്ചത് നിങ്ങളെ അനുയായികൾ തന്നെയാണ് എന്നതുള്ളതിലേക്കാണ്.
കാര്യങ്ങൾ നടന്നു പോകുന്നത്. കാരണം എന്തിയെ അലിക്കുട്ടി ഉസ്താദ് പറഞ്ഞത് ഐക്യത്തിന് അനുകൂലം നിൽക്കുന്ന ആളാണ് എ.പി. ഉസ്താദ് എന്നും പരസ്പരം അടിപിടികളെങ്കിലും ഇല്ലാതെയായിക്കൊണ്ടുള്ള ഐക്യത്തിനാണ് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ആലിക്കുട്ടി ഉസ്താദിനെ ഈ മട്ടത്തിൽ തിരുത്തിക്കാൻ, ലയനം എന്നുള്ള ഈ വിഷയത്തിലേക്ക് തിരുത്തിക്കാനും, അതുപോലെ കാന്തപുരം ഐക്യത്തിന് എതിരാണ് നിൽക്കുന്നത് എന്ന് പറയാനും, ഇങ്ങനെ തിരുത്തിപ്പിക്കാൻ ആരാണ് ചെയ്തത്? ആരാണ്? അതെ, നേരത്തെ നമുക്കറിയാം ആ ചാനൽ ചർച്ചയിലുള്ള അസർ വൈസി കൂടത്തായിനെ പോലെയുള്ള, അതുപോലെ നിങ്ങളുടെ അമ്പലക്കടവിനെ പോലെയുള്ളവരാണ് ഇത് തിരുത്തിച്ചത് എന്നും ഞങ്ങൾക്കറിയാം.